കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷമായി പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്തതിലും UDF സർക്കാർ കൊണ്ടുവന്ന നടപ്പിലാക്കിയ പദ്ധതികൾ നാളിതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തതിലും പ്രതിഷേധിച്ച് ആന്റണി ജോൺ MLAയുടെ ഓഫീസിലേക്ക് ഏപ്രിൽ 30-ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ, കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് എന്നിവർ അറിയിച്ചു. കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് KPCC വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സമരത്തിലൂടെ കോൺഗ്രസ് പറയുന്നത് 2016-ൽ UDF ഗവൺമെൻറ് അധികാരമൊഴിയുമ്പോൾ കോതമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ സ്വപ്ന പദ്ധതികളായി ആ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾ, അത് തങ്കളം കാക്കനാട് പാത, പൂതത്താങ്കെട്ട് ജലവൈദ്യുത പദ്ധതി, കോതമംഗലം റിംഗ് റോഡ്, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം തുടങ്ങി നിരവധിയായ പദ്ധതികൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് കൊണ്ടുവന്നത് പൂർത്തീകരിക്കാൻ കഴിയാത്ത പിടിപ്പുകേടിൻ്റെയും അനാസ്ഥയുടെയും അങ്ങേയറ്റമായി ഈ MLA മാറി എന്നുള്ളതിൽ വലിയ ജനകീയ പ്രതിഷേധം ജ്വലിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന സമരമാണ് നാളെ നടക്കുന്നത്. ഈ 9 വർഷത്തെ ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ ഏറ്റവും പരാജയപ്പെട്ട ഒരു നിയമസഭാ സാമാജികനായിരുന്നു കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കോതമംഗലത്തുള്ളത്. കോതമംഗലത്തിന്റെ സ്വപ്ന പദ്ധതികളായിരുന്ന തങ്കളം കാക്കനാട് പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, കോതമംഗലം റിംഗ് റോഡ് തുടങ്ങി UDF സർക്കാർ കൊണ്ടുവന്ന നിരവധി പദ്ധതികൾ നാളിതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തത് MLAയുടെ അനാസ്ഥയും പിടിപ്പുകേടുമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി സർക്കാർ ബഡ്ജറ്റിൽ കോതമംഗലത്തിനായി പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതായും നേതാക്കൾ കുറ്റപ്പെടുത്തി. ബ്ലാവനപാലം, ബംഗ്ലാക്കടവ് പാലം, ഇഞ്ചത്തൊട്ടി പാലം തുടങ്ങി മോഹന വാഗ്ദാനങ്ങൾ നൽകിയ MLA കോതമംഗലത്തെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് കഴിയാത്ത MLA പൂർണ്ണ പരാജയമാണെന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാർ പറഞ്ഞു. ആലുവ മൂന്നാർ രാജപാത തുറക്കുന്നതിനായി MLA അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ 30-ന് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന MLA ഓഫീസ് മാർച്ച് KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി കോതമംഗലത്തെ പിന്നോട്ട് നയിച്ച ഈ MLA എന്ത് ഈ കോതമംഗലത്തെ ആളുകൾക്ക് ചെയ്തു എന്നുള്ളത് അദ്ദേഹം ബോധ്യപ്പെടുത്തണം. റോഡ് വികസനമാണോ, പുതിയ റോഡുകൾ വന്നിട്ടുണ്ടോ, പുതിയ പദ്ധതികൾ വന്നിട്ടുണ്ടോ, ഇവിടെ തൊഴിലില്ലാത്ത വിദ്യാർത്ഥികൾക്ക്, പുതിയ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? 9 വർഷമായിട്ട് ഈ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന MLA ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തും. ഞങ്ങൾ ഈ സമരത്തിൻ്റെ മുഖ്യ കാര്യം അതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇത് UDF നടപ്പാക്കിക്കൊണ്ടിരുന്ന പദ്ധതികൾ കട്ട് ചെയ്യും. പുതിയ ഒരു പദ്ധതികൾ പോലും ഈ കോതമംഗലത്ത് അനുവദിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണവും ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ MLA ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ 9 വർഷക്കാലം മുമ്പുണ്ടാക്കിയ സ്റ്റേഡിയം പോലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുള്ള, റോഡുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ള പദ്ധതികളൊക്കെ നിർജീവമായി പോവുകയും പുതിയ ഒരു പദ്ധതിയും ഈ MLAയുടെ പിന്നിൽ വന്നിട്ടില്ല. അതിനുള്ള മറുപടി അദ്ദേഹം കോതമംഗലത്തെ ജനങ്ങളെ അറിയിക്കണം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.